ദിയമോള് 10 വയസ്സോളം വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ദിയ ഫാത്തിമയെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം ദിയ ഫാത്തിമ മോളെ പറ്റി. 10 വർഷം മുന്നേ കണ്ണൂർ ഇരിട്ടി കീഴ്പള്ളിയിൽ നിന്ന് കാണാതെ പോയിട്ടുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ ദിയ ഫാത്തിമേന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം. ജുനൈദ് എന്ന വ്യക്തിനെ, ജുനൈദ് നമ്പില്ലത്ത് എന്ന വ്യക്തിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ദിയ ഫാത്തിമ മോളുടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി സ്പ്രെഡ് ആവുന്നുണ്ട്. മറ്റൊന്നുമല്ല, ദിയ ഫാത്തിമയുടെ ഫാദർ തന്നെ വന്നിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ചുരുക്കി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം. 10 വർഷം മുന്നെയാണ് ദിയ ഫാത്തിമ എന്ന ഈ പെൺകുട്ടിനെ കാണാതായിട്ടുള്ളത്. വീടിന്റെ മുന്നിൽ ഉമ്മ, അതായത് സിറ്റ് ഔട്ടിൽ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മേന്റെ ജസ്റ്റ് ഒന്ന് കണ്ണു തെറ്റിയ സമയത്താണ് ഈ പെൺകുട്ടിനെ കാണാതെ പോയിട്ടുള്ളത്. അന്ന് രാവിലെ തൊട്ടേ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒന്നില്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ, അതല്ലെങ്കിൽ കുട്ടിയായിട്ട് പരിചയമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആരോ ആണ് ആ കുട്ടീനെ അന്ന് ഈ കൊച്ചു പെൺകുട്ടിനെ കടത്തിക്കൊണ്ട് പോയത് എന്നാണ് എല്ലാവരുടെയും സംസാര വിഷയം. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുന്നെയാണ് കാണാതെ പോയിട്ടുള്ളത്. പോലീസൊക്കെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തി, പക്ഷേ കേസ് എങ്ങും എത്തിയില്ല. അത് ഏകദേശം തള്ളി പോയൊരു കേസ് എന്നുള്ള രീതിയിൽ നീക്കി വെച്ചിട്ടുള്ള ഒരു കേസായിരുന്നു ദിയ ഫാത്തിമയുടെ തിരോധാനം എന്ന് പറയുന്നത്. 2 വർഷം മുന്നെയാണ് ജുനൈദ് നമ്പില്ലത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഈ പെൺകുട്ടീനെ സ്വപ്നം കാണുകയും അപ്പൊ പെൺകുട്ടീനെ കണ്ടുപിടിക്കണം, ആ പെൺകുട്ടി മരണപ്പെട്ടിട്ടില്ല, ഈ കൊച്ചു മരണപ്പെട്ടിട്ടില്ല, എവിടെയോ ജീവനോടെ ഉണ്ട്, എന്തായാലും ഇതിന് പുറകെയുള്ള സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് ഒരാഗ്രഹത്താലെയാണ് ജുനൈദ് നമ്പില്ലത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ദിയ ഫാത്തിമേന്റെ തിരോധാനം അന്വേഷിക്കാൻ വേണ്ടി, സെൽഫായിട്ട് അന്വേഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അത് ഈ ദിയ ഫാത്തിമയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. ദിയ ഫാത്തിമയുടെ വീട്ടുകാരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടുപ്പമായിരുന്നു ജുനൈദിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോരോ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ വഴി, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ജുനൈദ് എന്ന് പറഞ്ഞൊരു വ്യക്തി യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ. ജുനൈദിന്റെ യൂട്യൂബ് ചാനലായിക്കോട്ടെ ദിയ ഫാത്തിമനെ പറ്റിയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് 99.9%. ആകെ 10-12 വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. അതിൽ 99.9% ദിയ ഫാത്തിമേനെ പറ്റിയിട്ടുള്ള ഓരോ അന്വേഷണങ്ങളും അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ജുനൈദ് നമ്പില്ലത്ത് എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചുകൊണ്ടിരുന്നത്. വീട്ടുകാരുമായിട്ട് നല്ല റിലേഷനിലായിരുന്നു ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ജുനൈദ് എന്ന് പറയുന്ന വ്യക്തിനെ കംപ്ലീറ്റ്ലി പരിഹാസ്യനാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിനെ കംപ്ലീറ്റ്ലി ഇവൻ ഞങ്ങളുടെ ആരുമല്ല, ഞങ്ങൾ ഇവൻ മുതലാക്കുകയാണ്, എൻ്റെ മകളെ ഇവൻ റീച്ചിന് വേണ്ടിയിട്ട് യൂട്യൂബ് വഴി വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ദിയ ഫാത്തിമയുടെ ഉപ്പയായിട്ടുള്ള സുഹൈൽ തന്നെ തൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് പെട്ടെന്ന് ദിയമോൾ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ സുഹൈൽ ആരോപിക്കുന്ന മെയിൻ ഒരു സംഭവമാണ്, ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ മോളെ പറ്റി അന്വേഷിക്കുന്നില്ല, ഞങ്ങളുടെ മോളെ ഇവൻ വിറ്റ് കാശാക്കുകയാണ്, യൂട്യൂബിൽ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഇവൻ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ മകളെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ സുഹൈൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സുഹൈൽ പറയുന്ന ഈ ഒരു സംഭവത്തോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ദിയമോളുടെ കാര്യങ്ങളും ജുനൈദിന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിന്റെ ക്യാരക്ടർ എന്താണെന്നല്ലേ. പുള്ളിക്കാരന്റെ വീഡിയോയിലൂടെ നമുക്കത് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ സുഹൈൽ ആരോപിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം ഒന്നാമതായി റീച്ചിന് വേണ്ടിയിട്ടാണ് ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി ദിയമോളുടെ വീഡിയോസ് ഒക്കെ ചെയ്തു എന്ന് പറയുന്നില്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഒന്നരാടം വെച്ചിട്ടെങ്കിലും ഈ ദിയമോളുടെ കാര്യം, ദിയ അതാണ്, ദിയമോൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു, ദിയ കാര്യം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം അല്ലേ. പക്ഷെ ഈ പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാസത്തിൽ ഒരു 1-2 തവണ, അതും ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് അത്രയും എന്തായി, ദിയമോളുടെ കാര്യം അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ജുനൈദിന് ഇങ്ങനെ വട്ടം കൂടുന്ന സമയത്താണ് പുള്ളിക്കാരൻ 1-2 വീഡിയോസ് മാസത്തിൽ ഷെയർ ചെയ്യുന്നത് അല്ലെ. ആകെ ഒരു 10-15 വീഡിയോസ് ആ ചാനലിനകത്തുള്ളൂ. പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അത് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരന് ഓൾറെഡി നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സൗദിയിലെങ്ങാനും കസ്റ്റംസിലെങ്ങാനാണ് ഈ ജുനൈദ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അതിൽ തന്നെ പുള്ളിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടുന്നുണ്ട്. അപ്പം റീച്ചിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടാണ് ദിയമോളുടെ കാര്യം വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല. എന്റെ ഈ അഭിപ്രായം തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവുക. പിന്നെ രണ്ടാമതായിട്ട് ജുനൈദിനെതിരെ സുഹൈൽ ആരോപിക്കുന്ന മറ്റൊരു റീസൺ ആണ്, കുട്ടീനെ 3 മാസങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചു, ജുനൈദ് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു, അപ്പൊ അതുകൊണ്ട് കുട്ടീനെ നഷ്ടപ്പെട്ടു എന്നാണ് സുഹൈൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്,
എന്താ പറയുക, ദിയാമോളുടെ ഫോട്ടോ ജുനൈദ് നമ്പിലത്തെ അവസാനമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള 99.99% മാച്ചായിട്ടുള്ള ആ ഒരു മോളുടെ ആ മോളുടെ ഫോട്ടോ ഞാൻ കണ്ടു. എനിക്ക് പുള്ളി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്ത് തന്നെ വൺ ടൈം ഫോട്ടോ ആയിരുന്നു. ഒറ്റ തവണ മാത്രമേ എനിക്കത് വ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അറിയാലോ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ മോളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ എന്താ പറയുക, സന്തോഷവും സങ്കടവും ഒക്കെ മിക്സ് ആയൊരു അവസ്ഥയായിരുന്നു എനിക്ക്. നിങ്ങളോട് ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എക്സാക്ട് ആ മോളുടെ, ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഫോട്ടോ കാണിക്കാം. ഈ മോള്, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ദിയമോള് വളർന്നു വലുതായ 10 വയസ്സോളം വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ, ഇതിനേക്കാളും ചെറുതായിട്ടൊരു കവിള് വണ്ണം വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എക്സാക്ട് മൂക്കായാലും ചുണ്ടായാലും കണ്ണായാലും പുരികായാലും ഒക്കെ സെയിം എക്സാക്ട്. നല്ലൊരു മോള് നല്ല ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. കയ്യിലൊക്കെ നിറച്ച് വളകളൊക്കെ ഇട്ടിട്ടുണ്ട്, 2 കയ്യിലും നിറയെ വളകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മോളായിരുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞ സന്തോഷവും സങ്കടവും ഞാൻ പറഞ്ഞില്ലേ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ജുനൈദ് നമ്പിലത്ത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. പുള്ളി ഇത് റീച്ചിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തൊരു കാര്യമല്ല. ദൈവം അയച്ച ഒരാൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങും എത്താതെ അന്വേഷിച്ചിട്ട് എങ്ങും എത്താതെ പോയൊരു കേസ്, ഒരു തിരോധാനം, ഒരു പെൺകുട്ടിയുടെ തിരോധാനം ദൈവത്തിന് ചിലപ്പം കണ്ടുപിടിക്കണം എന്നുണ്ടാവാം. പ്രതികളെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ എത്തിക്കണം എന്നുണ്ടാവും. അതിനുവേണ്ടി ദൈവം അയച്ചൊരു വ്യക്തിയായിരിക്കാം ചിലപ്പം ജുനൈദ്. ദൈവം മനുഷ്യരുടെ രൂപത്തിലൊക്കെ വരുന്നതെന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കാം. അപ്പം ഞാൻ ആ ഫോട്ടോ കണ്ടൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 100% എൻ്റെ ഈ വീഡിയോ ആരൊക്കെ കാണുന്ന എനിക്കറിയില്ല. വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ജുനൈദിന് ഇപ്പം സംശയത്തിന്റെ നിഴലിൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവാം. അങ്ങനെയുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പറയുന്നത്, ജുനൈദ് നമ്പിലത്ത് എന്ന് പറഞ്ഞ വ്യക്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. കാരണം ഞാൻ ആ ഫോട്ടോ കണ്ടതാണ്. ഞാൻ ആ ഫോട്ടോ കണ്ടത് വെച്ചിട്ടാണ്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരാളും പറയില്ല അത് ദിയ ഫാത്തിമ മോളല്ല എന്ന്, ഒരു വ്യക്തിയും പറയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു നാടോടി കുട്ടീനെ എങ്ങാനും ഏതോ ഒരു ബസ്സിന്റെ സൈഡിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊന്നും അല്ല. ഇതാണ് ദിയ ഫാത്തിമ മോള്. ഇത് തന്നെയാണ് സുഹൈലിന്റെ ആ വൈഫിന്റെ മോളെന്ന് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. ജുനൈദിന് അത്രയും വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനിടയ്ക്ക് ഒരു റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ചതിച്ചു എന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ജുനൈദിന് ഈ ഒരു മോളുടെ അടുത്തേക്ക് ഇത്രയും വരെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയും ജുനൈദിനെ കൊണ്ട് സാധിക്കും. പുള്ളി നാട്ടിൽ വന്നാൽ മതി. പുള്ളിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത്, എല്ലാരെയും വിശ്വസിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് എന്താ പറയാ, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും എല്ലാരെയും വിശ്വസിച്ച് പോയിട്ടുണ്ടാവും. അതുപോലെ വിശ്വസിച്ച ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ റഫീഖ് എന്നുള്ളത്. ജുനൈദിന് തന്നെ പണി കിട്ടി. പക്ഷെ എന്നാലും ദിയ ഫാത്തിമ മോളുടെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി അടഞ്ഞിട്ടില്ല. ഇനിയും ജുനൈദിന് അത് സാധിക്കും. ഇത്രയും വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജുനൈദിന് ഇനിയും സാധിക്കും. ആ മോളെ ആ ഉമ്മേന്റെ ഉപ്പാന്റെ മടിയിൽ വെച്ചു കൊടുക്കാനും ജുനൈദിന് സാധിക്കും. പക്ഷെ അതിന് ജുനൈദിന് നമ്മൾ ആരുമല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, ആ വീട്ടുകാരാണ്. ദിയ ഫാത്തിമേന്റെ ഉമ്മയും ഉപ്പയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സുഹൈൽ എന്ന് പറയുന്ന ഈ ദിയമോളുടെ ഉപ്പ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതില് ഡെയിലി ഈ ജുനൈദിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ മോളെ വിറ്റ് തിന്നു, അവൻ എൻ്റെ മോളെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കി വിറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവന് പണം മതി, അവന് റീച്ച് മതി, അതിനുവേണ്ടി എൻ്റെ മോളെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറെയും പല പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ദയവേത് സുഹൈൽ എന്ന സഹോദരനോട് പറയാനുള്ളത്, ദയവേത് നിങ്ങളൊന്ന് നിർത്ത്. നിങ്ങളുടെ മകൾക്ക് വേണ്ടിയാണ്. ആരും ചിന്തിക്കു പോലും ചെയ്യാത്ത, ഈ 10 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുണ്ടെങ്കിൽ പോലും അന്ന് അതൊരു ഓളം സൃഷ്ടിച്ചൊരു കേസായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു 5-6 വർഷത്തിന് ശേഷം ഒരു രീതിയിലുള്ള ഒരു മാറ്റവും ആ ഒരു കേസിന്റെ പുരോഗതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും എഴുതി തള്ളിയ ഒരു കേസിനെ ജനങ്ങളിലേക്ക്, ദിയമോള് ജീവിച്ചിരിക്കുന്നുണ്ട്, ദിയമോളെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്ന് ഉണർത്തിയത് ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? സഹായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു ഹെൽപ്പും ചെയ്യണ്ട, ഒരു രീതിയിൽ സപ്പോർട്ടും ചെയ്യണ്ട, പണമായിട്ടോ സമയമായിട്ടോ ഒന്നും നിങ്ങൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ വ്യക്തിനെ അപമാനിക്കുന്നത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഈ സുഹൈലിന്റെ ഈ ഒരു പ്രവർത്തിയൊക്കെ കാണുമ്പോണ്ടല്ലോ പല ചിന്തകളുമാണ് ആൾക്കാരുടെ ഉള്ളിൽ വരുന്നത്. എനിക്കും വന്നിട്ടുണ്ട്. ഈ സുഹൈൽ ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദിയമോൾ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. പുള്ളി ഇപ്പം ഏകദേശം 1 മാസത്തോളം ആയിട്ടുള്ള ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. അതിനകത്ത് മെയിനായിട്ടും ജുനൈദിനെ കുറ്റം പറയാം. പിന്നെ ഓരോ ദിവസവും പറഞ്ഞ കാര്യങ്ങൾ തന്നെ
തന്നെയും പിന്നെയും പറഞ്ഞു ദിയമോൾ അങ്ങനെയായിരുന്നു, ദിയമോളുടെ കാര്യത്തിൽ വിഷമമുണ്ട്, ഒരു ദിയമോളെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും, കഴിഞ്ഞു പോയിട്ടുള്ള അവരുടെ മകളായിരുന്നു, ആ സമയത്തുള്ള പല കാര്യങ്ങളൊക്കെയാണ് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൈലാണ് ഇപ്പം സ്വന്തം മോളെ യൂട്യൂബിനകത്തിട്ട് റീച്ച് ഉണ്ടാക്കി വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കാണുന്ന പലർക്കും തോന്നിയേക്കാം. പലരും കമന്റിലൂടെ ഒക്കെ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞു തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ വല്ലതും ഈ പറ. 10 വർഷമായിട്ടും സ്വന്തം ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഈ ഒരു കേസിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അടഞ്ഞു മൂടി എല്ലാവരും എഴുതി തള്ളിയ ഒരു കേസിനെയാണ് ജുനൈദ് എന്ന വ്യക്തി പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് സമാധാനിക്കുക, ആ കുട്ടീനെ കിട്ടുന്നവരെങ്കിലും ഒന്ന് സമാധാനിക്കുക. അതല്ലാതെ ചുമ്മാ എന്താ ജുനൈദിന് ഞങ്ങളുടെ മോളെ കേസ് അന്വേഷിക്കേണ്ട, ഞങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കും എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല. ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണോ? ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് ജുനൈദ് തന്നെയാണ്. ഈ അവസാനം കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ജുനൈദ്. ഞാൻ കണ്ടിട്ടുള്ള സെയിം ഫോട്ടോ ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്കിലും സ്വയം ചിന്തിച്ചൂടെ, എൻ്റെ മോൾ ഇതാണ്. എനിക്കറിയില്ല, ഉമ്മ എവിടെയും ജുനൈദിനെ തള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ. ദിയമോളുടെ ഉമ്മ എവിടെയും തന്നെ ജുനൈദ് എന്ന വ്യക്തിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ ഉപ്പ മാത്രമാണ് ഓരോ ദിവസം പുതിയ പുതിയ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഈ ജുനൈദിനെതിരെ അപവാദങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയില്ല. ഇനി ദിയമോളെ ജുനൈദ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് ഞങ്ങളല്ല, ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മോളെ കണ്ടുപിടിച്ചതെന്നുള്ള ക്രെഡിറ്റ് പുള്ളിക്ക് മാത്രമായിട്ട് പോകുമോ എന്നുള്ളൊരു ഈഗോന്റെ പുറത്താണോ അറിയില്ല. പക്ഷെ ഈ സുഹൈലിന്റെ പല പ്രവൃത്തികളും പല രീതിയിലാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അതായത് ഇയാൾക്കുള്ളിൽ എന്തോ ഒരു ആഗ്രഹമുള്ള പോലെ എൻ്റെ മോളെ കണ്ടുപിടിക്കാൻ പാടില്ല, ദിയമോളെ കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം, അതിതീവ്രമായ ഒരു ആഗ്രഹം മനസ്സിലുള്ളത് പോലെ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നു. അയാളുടെ പല പ്രവൃത്തികളും പല വീഡിയോസും കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നു. അത് എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം അയാളുടെ ഉള്ളിലുള്ളത് പോലെ അയാളുടെ ഈ വീഡിയോസിൽ പല വീഡിയോസിൽ കൂടെ അങ്ങനെയാണ് മനസ്സിലാകുന്നത് എനിക്ക്. ഇത് കാണുന്ന പലർക്കും ഇങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. മോളെ കണ്ടുപിടിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിന്റെ മനസ്സിലുള്ളത് പോലെ. അത് എന്തിനാണ് അങ്ങനെ ഒരു ആഗ്രഹം അറിയില്ല. മോളെ കാണാതെ പോയ ദിവസം കണ്ടിന്യൂസ് മഴയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു. പെരുന്നാളിന്റെ പിറ്റേ ദിവസമായിരുന്നു കാണാതെ പോയത്. 1.5 വയസ്സ് മാത്രമായിരുന്നു അതിന്റെ പ്രായം അന്ന്. ഈ പ്രായത്തിലുള്ള മക്കളെ വളർത്തുന്ന ഒട്ടുമിക്ക എല്ലാ അമ്മമാർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപരിചിതരാരെങ്കിലും വന്നിട്ട് 1.5 വയസ്സ് പ്രായമുള്ള മക്കളെയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്നിലേക്ക് കുട്ടി കരയും അല്ലെ. അപരിചിതരാണെങ്കിൽ കുട്ടി കരയും. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ മക്കൾ കരയും. പക്ഷെ ഈ കുട്ടി ഒന്ന് കരഞ്ഞു ഒന്നുമില്ല. അതിനർത്ഥം എന്താണ്? ഒന്നില്ലെങ്കിൽ കുട്ടിയായിട്ട് ക്ലോസ് റിലേഷനുള്ള മാതാപിതാക്കളോ അതല്ലെങ്കിൽ അന്ന് പെരുന്നാളിന്റെ പിറ്റേ ദിവസമായിരുന്നു ബന്ധുക്കൾ ഒരുപാടുണ്ട്, ബന്ധുക്കളോ അതുമല്ലെങ്കിൽ തൊട്ടടുത്ത് ക്ലോസ് ആയിട്ടുള്ള അയൽവക്കക്കാരാരെങ്കിലും ആയിരിക്കാം കുട്ടീനെ കൊണ്ടുപോയിട്ടുള്ളത്. അതായത് കുട്ടിയായിട്ട് അത്രയും അടുപ്പമുള്ളവർ. അല്ലാതെ അപരിചിതരായിട്ടുള്ള ആരെടുത്തു കഴിഞ്ഞാലും കുട്ടി കരയും, ശരിയല്ലേ? അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി എന്താ ആരെങ്കിലുമൊക്കെ എൻ്റെ മോളെ കണ്ടുപിടിച്ച് കൊണ്ട് തരട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം എൻ്റെ മോളെ ആരും കണ്ടുപിടിക്കരുത് എന്നുള്ള രീതിയിൽ പല പെരുമാറ്റങ്ങളും ഈ സുഹൈലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി ദിയമോളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളും വീഡിയോ ചെയ്യാറുണ്ട്. ഇതിലൊക്കെ തന്നെ പല ആൾക്കാരും, പൊതുജനം പലവിധമാണ് അല്ലേ. എല്ലാ ആൾക്കാരും പല രീതിയിലുള്ള കമന്റ്സ് ആണ് ഇടുന്നത്. ചിലവർ സപ്പോർട്ട് ചെയ്യും, ചിലവർ നെഗറ്റീവ് പറയും, ചിലവർ സംശയത്തിന്റെ മുനയിൽ ഓരോ കാര്യങ്ങൾ സുഹൈലിനോട് ചോദിക്കും. ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നവരെയും അതുപോലെ തന്നെ സംശയത്തിന്റെ നിഴലിൽ ഓരോന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ സുഹൈൽ ഓൺ ദ സ്പോട്ടിലാണ്. സുഹൈലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുള്ളിയാണ് അതിനകത്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ സുഹൈൽ ഭീഷണി, ആത്മഹത്യാ ഭീഷണി, ഒരു ആത്മഹത്യാ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. ഇപ്പൊ അതൊക്കെ പുള്ളി ഡിലീറ്റ് ചെയ്തു. ആരോ എന്താ ചോദിച്ചതിന്റെ പുറത്ത് ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള ഇനി ഞാൻ ചത്തു കഴിഞ്ഞാൽ മതിയോ, ഇനി ഞാൻ ചത്താൽ മതിയോ, അതാണോ നിങ്ങൾക്കൊക്കെ വേണ്ടതെന്നുള്ള രീതിയിൽ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളി പിന്നെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതുപോലെ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ഓൺ ദ സ്പോട്ട് ഭയങ്കര ടെമ്പറായി ഭീഷണി, ദേഷ്യം, ഒരുമാതിരി വെപ്രാളം പിടിച്ച രീതിയിലാണ് പല മറുപടികളും ഇങ്ങനെ സംശയം ചോദിക്കുന്ന ആൾക്കാർക്കെതിരെ, സപ്പോർട്ട് ചെയ്യുന്നവർക്കല്ല കേട്ടോ, സംശയം ചോദിക്കുന്നതും നെഗറ്റീവ് അടിക്കുന്നതൊക്കെ ആൾക്കാർക്കെതിരെ ഈ സുഹൈൽ മറുപടി കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തിനാണ് ആ വെപ്രാളം, എന്തിനാണ് ഇത്ര വെപ്രാളം പിടിച്ച് മറുപടി കൊടുക്കുന്നത്? അല്ലെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ,
അതായത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് കമന്റ് അടിച്ചോട്ടെ, പല ആൾക്കാരും പല രീതിയിലല്ലേ എന്ന് ചിന്തിച്ചാൽ പോരെ. ഇത് ഒരാൾക്ക് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കമന്റ് ഇടുന്ന എല്ലാവർക്കും ഓൺ ദ സ്പോട്ട് ഭയങ്കര വെപ്രാളം പിടിച്ച രീതിയിലാണ് പല മറുപടി കമന്റുകളും ഈ സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളതാണ്, സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളുടെ പല വീഡിയോസിലൂടെയും പല കമന്റ്സിലൂടെയും അത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പൊ ദിയമോളുടെ ഫോട്ടോ ഉപ്പേനെയും ഉമ്മേനെയും കാണിച്ചു. ഇനി അത് നമുക്ക് നിയമത്തിന്റെ ആ ഒരു രീതിക്ക് മാത്രമേ നമുക്ക് ആ കുട്ടീന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. അല്ലാണ്ട് ചുമ്മാ പോയിട്ട് വഴിയെ പോന്ന നീ എന്റെ മോളാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു വരാൻ പറ്റത്തില്ല. അതിന് പല നിയമക്കുരുക്കുകളുമുണ്ട്. ആ പെൺകുട്ടി ഇപ്പൊ മറ്റൊരാളുടെ വീട്ടിൽ അവരുടെ മകളായിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതിന് നിയമത്തിന്റെ സഹായം നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതിന് ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവർക്കും അറിയാം സൗദിയിലാണ്. നാട്ടിലുള്ള ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മാത്രമേ ഈ ജുനൈദിനെ സഹായിക്കാൻ പറ്റുള്ളൂ. സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കാം, ദിയമോളുടെ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന പോലെ ഒരു കുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ട്, ഇതാന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, ഞങ്ങൾ ഇതിനെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു കേസ് അവർക്ക് മുന്നോട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ ജുനൈദ് ഇവരെ സമീപിക്കുന്ന സമയത്ത്, ഇങ്ങനെ നിങ്ങൾ പോയിട്ട് പറ എന്ന് ഇവരെ സമീപിക്കുന്ന സമയത്ത് പല പല എക്സ്ക്യൂസസും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വീട്ടുകാർ. കുടുംബാകുമ്പോൾ ഉമ്മയ്ക്ക് ഉപ്പ നിൽക്കുന്ന സമയത്ത് ഉമ്മയ്ക്ക് കയറി പോയി കൊടുക്കാൻ പറ്റൂലായിരിക്കും, ഉപ്പയല്ലേ മുന്നിട്ട് ഇറങ്ങേണ്ടത്. പക്ഷെ അങ്ങനെ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒഴിവുകൾ ഇങ്ങനെ പറയാണ്. കാലിന് സുഖമില്ല, ഇന്ന് വയ്യ, ഇന്ന് പണിക്ക് പോകണം, അങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം മോളുടെ കാര്യമല്ലേ, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പോയിട്ട്, വീടിന്റെ മുന്നിൽ തന്നെയാണ് കീഴ്പള്ളി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ അറിയുന്നു, അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാൻ പോലും ഈ സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി ഓരോ എക്സ്ക്യൂസസ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്കെതിരെ, ഇപ്പൊ എന്തിനാ ജുനൈദിനെതിരെ പോലും കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോകും ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാവുന്നില്ല. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാല് ആകെ മൊത്തം കുഴഞ്ഞു പറഞ്ഞൊരവസ്ഥയാണ്. ഞാൻ ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിം സ്റ്റോറി പറയാം. എത്ര പേര് ഈ മൂവി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കിഷ്കിന്ദ കാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പുതിയൊരു സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റോറി ജസ്റ്റ് ഞാൻ പറയാം, ഒന്ന് ചുരുക്കി പറയാം. സ്വന്തം മകനെ അമ്മയുടെ കൈകൊണ്ട് അറിയാതൊരു ഗൺ ഷോട്ടിൽ സ്വന്തം മകൻ മരിക്കുന്നു. 3-4 വയസ്സുള്ള ഒരു മകൻ മരിക്കുന്നു. ഇത് കണ്ട് കയറി വരുന്ന ഭർത്താവ്, ഭാര്യയാണ് ചെയ്തതെന്ന് ഭർത്താവിന് അറിയാം, ഞാനാണ് ചെയ്തതെന്ന് അമ്മയ്ക്കും അറിയാം. പക്ഷെ ഇവർക്കിത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. മകനാണെങ്കിൽ മരിക്കുകയും ചെയ്തു. 4-3 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു, ആൺകുട്ടിയായിരുന്നു. മകൻ മരിക്കുകയും ചെയ്തു. പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല. സമൂഹത്തോട് ഇവർക്കിത് വിളിച്ചു പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മകൻ എൻ്റെ കൈ കൊണ്ട് മരിച്ചു, എൻ്റെ ഭാര്യ എൻ്റെ മകനെ കൊന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് അവരൊരു നാടകം ഒരുക്കുന്നു. അതായത് മകൻ നാട് വിട്ടുപോയി, മകനെ കാണാനില്ല എന്നുള്ളൊരു സ്റ്റോറി അവരുണ്ടാക്കുന്നു. സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുക്കുന്നു. പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ, ഈ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റാതെ അവർ വർഷങ്ങളോളം ജീവിക്കുന്നു. ഇതാണ് അതിന്റെ ചുരുക്കിയിട്ടുള്ള ഒരു സ്റ്റോറി. ഇങ്ങനെ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും പല രീതിയിലുള്ള കോളുകൾ വരും. അവിടെ ഒരു കുട്ടീനെ കണ്ടു, ഇവിടെ ഒരു കുട്ടീനെ കണ്ടു, അവിടെ ഒരു ഡെഡ് ബോഡി കിട്ടി, നിങ്ങൾ വന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഭാര്യ മരിക്കുന്നു, രണ്ടാമത് അയാൾ കല്യാണം കഴിക്കുന്നുണ്ട്. ആ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഭാര്യയോട് പോലും തുറന്നു പറയാൻ പറ്റുന്നില്ല. ആദ്യ ഭാര്യയുടെ കൈകൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചതെന്ന് അവരുടെ മുന്നിലും നാടകം കളിക്കുകയാണ്. കാണാതെ പോയതാണ് കുട്ടീനെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലാസ്റ്റ് കഥയൊക്കെ പൊളിയുന്നുണ്ട് കേട്ടോ എന്തായാലും. അപ്പൊ സമൂഹത്തോട് അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. അവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മകൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നവർക്കറിയാം. പക്ഷെ സമൂഹത്തോട് അത് വിളിച്ചു പറയാൻ അവർക്ക് പറ്റുന്നില്ല. ഈ സ്റ്റോറി ഞാനിവിടെ പറയാൻ റീസൺ മറ്റൊന്നുമല്ല, എൻ്റെ ഉള്ളിലുള്ള ഒരു സംശയം ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ദിയമോളുടെ കാര്യത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ ജസ്റ്റ് എല്ലാവരോടും ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് എത്ര പേര് കാണുന്നു എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ദിയമോളുടെ പാരന്റ്സിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ ജുനൈദിനെ സഹായിക്കൊന്നും വേണ്ട. പക്ഷെ ആ മനുഷ്യൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്, സമയം കൊണ്ടായാലും പൈസ കൊണ്ടായാലും ആ മനുഷ്യൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടത് നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഇത്രയും ആ പുള്ളിക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയെങ്കിലും അത് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പുള്ളിനെ അനുവദിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. സഹായിക്കൊന്നും വേണ്ട, സഹായിച്ചില്ലേലും ഉപദ്രവിക്കാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ തന്നെയാണ് ഓരോ ദിവസം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൂടെ, നിങ്ങളുടെ വില തന്നെയാണ് നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വീഡിയോ ചെയ്ത് പലതും കാട്ടിക്കൂട്ടുന്നതിലൂടെ നിങ്ങളുടെ വില തന്നെയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും സത്യം കാലം തെളിയിക്കട്ടെ അല്ലെ. നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതൊന്നും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. അപ്പൊ ഇത്രയും പറയാനുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ദയവായിട്ട് താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.